ന്യൂസിലാൻഡുമായുള്ള T20 പരമ്പരയിൽ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഹാട്രിക് വിജയങ്ങൾ കുറിച്ച സൂര്യകുമാർ യാദവിനും സംഘത്തിനും ഒടുവിൽ കിവികൾ മൂക്കുകയറിട്ടു. 50 റൺസിന്റെ ആധികാരിക ജയമാണ് ന്യൂസിലാൻഡ് ആഘോഷിച്ചത്. ICC T20 ലോകകപ്പ് അടുത്തു നിൽക്കവേ ഇന്ത്യൻ ടീമിന്റെ കണ്ണു തുറപ്പിക്കുന്ന പരാജയം കൂടിയാണിത്. ഇപ്പോഴും ചില പോരായ്മകൾ ടീമിനുണ്ടെന്നും അവയ്ക്കുത്തരം ആവശ്യമാണെന്നും ഈ മത്സരം കാണിച്ചു തരുന്നു. അതിനിടെ ഈ കളിയിൽ മിന്നുന്ന ഫോമിലുള്ള മുൻനിര വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനെ ഇന്ത്യ കളിപ്പിക്കാതിരുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ചെറിയ പേശിവലിവ് അനുഭവപ്പെട്ടത് കാരണമാണ് ഇഷാൻ ഈ കളിയിൽ ബ്രേക്ക് നൽകിയതെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടോസിനിടെ പറഞ്ഞത്. പക്ഷേ ഇത് സത്യമല്ലെന്ന ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഈ പരമ്പരയിൽ ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ് ഇഷാൻ കിഷൻ. 2 വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിനൊടുവിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നല്ല ആത്മവിശ്വാസത്തിലുമാണ് കാണപ്പെട്ടത്. ഇതിനിടെയാണ് ഇഷാന് തികച്ചും അപ്രതീക്ഷിതമായി പരിക്കേൽക്കുന്നത്. 4ാം T20 ടോസിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടുകയും ചെയ്തു. ഇഷാന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായാണ് ടീം മാനേജ്മെന്റിനെയും കോച്ച് ഗൗതം ഗംഭീറിനെയും എല്ലാം വിമർശിച്ചത്. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന ഫസ്റ്റ് ചോയ്സ് കീപ്പറും ഓപ്പണറുമായ സഞ്ജു സാംസണിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ബാക്കപ്പ് കീപ്പറായ ഇഷാനെ മനഃപൂർവ്വം ഒതുക്കിയതെന്നും പലരും ആരോപിച്ചു. എന്നാൽ ഇതിലേറെക്കുറെ കഴമ്പുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ത്യൻ ഇന്നിംഗ്സിനിടെ 14 ഓവറുകൾക്ക് ശേഷം ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് വന്നപ്പോൾ വെള്ളക്കുപ്പിയുമായി ഗ്രൗണ്ടിലെത്തിയത് ഇഷാൻ കിഷനായിരുന്നു. കുപ്പിയും കൈയിലേന്തി അതിവേഗം അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പരിക്കാണെന്ന് പറഞ്ഞ് ഇന്ത്യ കളിപ്പിക്കാതിരുന്ന ഇഷാന്റെ ഓട്ടം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. പരിക്കിന്റെ യാതൊരു സൂചനകളും ഇഷാന്റെ ശരീരഭാഷയിൽ കാണാനില്ലായിരുന്നു. ഇതോടെയാണ് ടീം മാനേജ്മെന്റിന്റെ വാദം കള്ളത്തരമായിരുന്നുവെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രൗണ്ടിലേക്കുള്ള ഇഷാന്റെ വരവ് കണ്ട് കമന്ററിക്കിടെ മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്രയും പരിക്കിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇഷാൻ കിഷന്റെ ഗ്രൗണ്ടിലൂടെയുള്ള ഓട്ടം കാണുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കോ പേശിവലിവോ ഉള്ളതായി തോന്നുന്നില്ല. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ എന്തെങ്കിലും ആയിരിക്കാം. അടുത്ത മത്സരത്തിൽ ഇഷാനെ ഗ്രൗണ്ടിൽ കാണുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നായിരുന്നു ചോപ്രയുടെ വാക്കുകൾ. എന്നാൽ ICC T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും ഓപ്പണറുമായി സ്ഥാനമുറപ്പിക്കാനുള്ള ഒരവസരം കൂടി സഞ്ജു സാംസൺ തട്ടിത്തെറിപ്പിച്ചു. 4ാം T20 റൺ ചേസിൽ ടീം പതറവെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സോടെ ഹീറോയാവാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ സഞ്ജു ഇത് പാഴാക്കി. 24 റൺസ് നേടിയാണ് അദ്ദേഹം ക്രീസ് വിട്ടത്. 15 ബോളുകൾ നേരിട്ട മലയാളി താരത്തിന്റെ ഇന്നിംഗ്സിൽ 3 4ഉം ഒരു കിടിലൻ 6ഉം ഉണ്ടായിരുന്നു. ഫോമിലേക്ക് മടങ്ങിയെത്തിയെന്ന സൂചന നൽകവെയാണ് കിവി നായകൻ മിച്ചൽ സ്റ്റാൻഡറുടെ ബൌളിംഗിൽ സഞ്ജു ബൌൾഡായത്. അദ്ദേഹം ബൌൾഡായ രീതിയെ രൂക്ഷമായാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ വിമർശിച്ചത്. കമന്ററിക്കിടെയായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് ടെക്നിക്കിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. ആദ്യത്തെ 3 T20കളിൽ വെറും 16 റൺസ് മാത്രമേ നേടാനായുള്ളൂവെന്നതിനാൽ ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു സാംസണിന് ഈ മത്സരം ഏറെ പ്രധാനപ്പെട്ടതുമായിരുന്നു. നേരിട്ട 4ാമത്തെ ബോളിൽ തന്നെ അദ്ദേഹം ആദ്യ 4ഉം കണ്ടെത്തി. കഴിഞ്ഞ കളിയിൽ തന്നെ ക്ലീൻ ബൌൾഡാക്കിയ മാറ്റ് ഹെൻറിക്കെതിരെയായിരുന്നു ഇത്. ഇതേ ഓവറിലെ 3ാമത്തെ ബോളിൽ വീണ്ടും ഒരു ബൗണ്ടറി കൂടി സഞ്ജു കണ്ടെത്തി. ഷോർട്ട് ഫൈൻ ലെഗിലൂടെയാണ് ഫ്ലിക്കിലൂടെ മലയാളി താരം 4 അടിച്ചത്. അതിനുശേഷം സ്പിന്നർ ഇഷ് സോദി എറിഞ്ഞ 5ാം ഓവറിൽ 3ാമത്തെ 4ഉം സഞ്ജു അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർത്തു. ഇതിനുശേഷമായിരുന്നു ജേക്കബ് ടഫി എറിഞ്ഞ അടുത്ത ഓവറിൽ സഞ്ജുവിന്റെ കന്നി 6റിന്റെ വരവ്. ലെഗ് സ്റ്റംപ് ലൈനിൽ വന്ന ഓഫ് കട്ടർ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെയാണ് അദ്ദേഹം 6റിലേക്ക് പറത്തിയത്. ഇതോടെ ഇന്ന് സഞ്ജുവിന്റെ ദിവസമാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ 7ാം ഓവറിൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു. കിവി നായകൻ എറിഞ്ഞ ഓവറിലെ 4ാമത്തെ ബോളിൽ സഞ്ജുവിന്റെ കുറ്റിയിളകി. ഒരു ലെങ്ത് ബോൾ ആയിരുന്നു സാറ്റ്നർ എറിഞ്ഞത്. സഞ്ജു അത് ബാക്ക് ഫൂട്ടിലേക്ക് വന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ടൈമിംഗ് പിഴച്ചതോടെ നേരെ വിക്കറ്റിലേക്ക് പതിച്ചു.
ഞെട്ടലോടെ നിന്ന സഞ്ജു നിരാശനായി ക്രീസ് വിട്ടു. സഞ്ജു സാംസണിന്റെ പുറത്താവലിനെ കമന്ററിക്കിടെ ഓൺ എയറിൽ അതിരൂക്ഷമായിട്ടാണ് സുനിൽ ഗവാസ്കർ വിമർശിച്ചത്. സഞ്ജു, നീ എന്താണ് കാണിച്ചത്? സ്പിന്നർമാർക്കെതിരെ ഈ തരത്തിൽ ബാക്ക് ഫൂട്ടിലേക്ക് ഇറങ്ങി വിക്കറ്റുകൾ സംരക്ഷിക്കാതെ ഒരിക്കലും കളിക്കാൻ പാടില്ല. ഈ ഷോട്ടിന് തയ്യാറെടുക്കവേ യാതൊരു ഫുട് വർക്കും സഞ്ജു നടത്തിയിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്പിന്നർമാർക്കെതിരെ ബൗൾഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ബോൾ ടേൺ ചെയ്യുമ്പോൾ കണക്ട് ആയില്ലെങ്കിൽ സ്റ്റംപുകളിൽ പതിക്കും. ഇവിടെ സംഭവിച്ചതും ഇതുതന്നെയാണെന്ന് ഗവാസ്കർ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിനൊപ്പം കമന്ററി ബോക്സിലുണ്ടായിരുന്ന മുൻ ന്യൂസിലാൻഡ് പേസർ സൈമൺ ടൂളും സഞ്ജുവിനെ കുറ്റപ്പെടുത്തി. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ഒട്ടും ശരിയല്ല. ഒരു മുൻനിര ബാറ്ററിൽ നിന്നും ഇത്തരത്തിലുള്ള ബാറ്റിംഗ് സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.